പക്ഷേ VS അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിയാണോ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് ഇവിടെ പലരും ചോദിക്കുന്നത്. അതിന് തുടക്കമിട്ടത് റിപ്പോർട്ടർ ചാനലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അവകാശപ്പെടുന്ന അരുൺകുമാറാണ്. അരുൺകുമാർ VS അച്യുതാനന്ദന്റെ വിലാപയാത്രയിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ് അരുൺകുമാർ ചെയ്തത്. അതിന് ഞങ്ങൾ തക്കതായ മറുപടി നൽകിയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള പുതിയ ചുവടുവയ്പ്പാണോ ഈ വിലാപയാത്രയിൽ ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കൊണ്ടും VSനെ ഉയർത്തിക്കൊണ്ടുമുള്ള അരുൺകുമാറിന്റെ ഈ നീക്കത്തിന് പിന്നിൽ? ഈ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ നമ്മുടെ മാധ്യമ കേരളത്തിന് തന്നെ നല്ല മാതൃകകളൊന്നും സൃഷ്ടിച്ച ഒരാളല്ല. ഒരു ബോറൻ ജേർണലിസ്റ്റ് എന്നാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അത് പലപ്പോഴും വളരെ അപഹാസ്യമായ നിലപാടാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുതിര പുറത്തു പോവുക, എന്തെല്ലാം വൃത്തികേടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തം രീതിയും ആ വാചാലതയും എനിക്ക് തോന്നുന്നു അത് പലരും അദ്ദേഹത്തിൻ്റെ തന്നെ പല പെർഫോമൻസിൻ്റെയും താഴെ വരുന്ന കമൻസ് കണ്ടാൽ അറിയാം. ഇവൻ വരുമ്പോൾ ഞാൻ TV ഓഫ് ചെയ്യുന്നൊക്കെ പറയുന്ന എത്രയോ പേരുണ്ട്. അത് ഒരു നല്ല മാതൃകയല്ല. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഇനി സ്വയം മാറ്റാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കോമാളി പരിവേഷത്തിലൂടെ ശ്രദ്ധേയം അത് വിജയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ റിപ്പോർട്ടറിൻ്റെ വ്യൂവർഷിപ്പൊക്കെ കൂട്ടി, റേറ്റിംഗ് കൂട്ടിയല്ലോ ഇടക്കാലത്തെങ്കിലും. പക്ഷെ അപ്പോഴും സ്വതസിദ്ധമായ ജെനുവിനായ സ്റ്റൈലിൽ മുന്നോട്ട് പോയതുകൊണ്ട് ഏഷ്യാനെറ്റ് തിരിച്ചു വന്നു. അപ്പോൾ ആളുകൾക്ക് സ്ഥായിയായ ഈ ക്ഷണിക വികാരങ്ങൾ അല്ലെങ്കിൽ ലോലമായ ഭാവങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവും. അത് വളരെ പെട്ടെന്ന് മാറും. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയത് അടുത്ത കാലത്ത് 2 ജേർണലിസ്റ്റുകളെ ഞാൻ സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ട്. അത് ഒന്ന് ഈ അരുൺകുമാറാണ്. ഇവരുടെ ഒരു ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ഗീർവാണങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം പറയാം, നിലപാടുകൾ പറയാം. അത് ഏത് പാർട്ടിയുടെയും ഒരു ഘട്ടത്തിൽ ഓരോ ഇഷ്യൂവിനെയും എൻ്റെ ശരിതെറ്റുകൾ വിശകലനം ചെയ്യാം. അത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു കണ്ണാണ് ഇങ്ങനെ ഒരു വിശകലനം ഈ കാഴ്ചയെ കാണേണ്ടത്. അതാണ് സീരിയസ് ആയ ജേർണലിസം. അതിന് പകരം അരുൺകുമാർ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് CPM വേണ്ടിയുള്ള ഗീർവാണ പ്രസംഗങ്ങളാണ്. ഉണ്ണി ബാലകൃഷ്ണനെക്കുറിച്ചും എനിക്ക് അങ്ങനെ ചില സംശയങ്ങളില്ലാതില്ല. ഉണ്ണി ബാലകൃഷ്ണൻ്റേത് അടുത്ത കാലത്ത് സ്റ്റുഡിയോയിൽ ഇരുന്ന് നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളാണ് പലപ്പോഴും. ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ ഉള്ളൊരു കുഴപ്പം മീഡിയക്കാർ അതിൻ്റെ മറുവശം കൂടി കണ്ടുകൊണ്ടും ചേർത്ത് പറഞ്ഞുകൊണ്ടും വേണം പോകാൻ. ഏകപക്ഷീയമായ ഒരു തരം സ്റ്റേജ് ഷോകളായി മാറുന്നുണ്ട് ഇത്. ആ 2 പേരെയും ഞാൻ സംശയിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് അരുൺകുമാർ. അവരെങ്ങോട്ട് പോകുമെന്ന് കണ്ടറിയണം. അത് കുറച്ചു കാലം മുമ്പ് നികേഷിനെ കുറിച്ച് നമുക്ക് തോന്നിയിരുന്നു. അദ്ദേഹം എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, പതിക്കേണ്ട പതനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരുൺകുമാറിൻ്റെ പ്രശ്നം എന്തിനാണ് താരതമ്യം? സത്യത്തിൽ എന്ത് വൃത്തികേടാണ്. 2 സാഹചര്യത്തിൽ, 2 പാർട്ടിയിൽ, 2 സംസ്കാരത്തിൽ, 2 തരം വിശ്വാസധാരയിലൊക്കെ വന്ന 2 നേതാക്കളെ ഒരൊറ്റ കാര്യമല്ലേ പറയാൻ പാടുള്ളൂ. 2 പേരും ജനപ്രിയരായിരുന്നു. അതിന് പകരമുള്ള താരതമ്യം എങ്ങനെയാണ്? ഭൂമിയിലെ 2 സംസ്കാരത്തിലും 2 വിശ്വാസത്തിലും വളർന്നു വന്ന മനുഷ്യരെക്കുറിച്ച് 2 പേരും തമ്മിൽ താരതമ്യം ചെയ്യുക എങ്ങനെയാണ്? ഒരാളിപ്പോൾ VSൻ്റെ വിലാപയാത്ര, VSൻ്റെ വിലാപയാത്രയിൽ ആൾ കൂടിയത് കണ്ടിട്ട് VSൻ്റെ ചിത കത്തുന്ന ബൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇനി ആരും ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നില്ല എന്ന് പറയേണ്ട കാര്യം എന്താ? ആ പറയുന്നത് എന്തിനാണ്? ഉമ്മൻചാണ്ടിയെ ആവശ്യമില്ലാതെ ആക്ഷേപിക്കാനാണ്. ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു. താരതമ്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്ന് അദ്ദേഹത്തിന് ന്യായീകരണം കണ്ടു. ഞാൻ ബോറൻ ന്യായീകരണം രാവിലെ. അദ്ദേഹം പറയുന്നത് അത് രണ്ടും 2 സാഹചര്യത്തിലാണ് എന്നല്ലേ ഞാൻ പറയുന്നത്. അവൻ പറയേണ്ട കാര്യമുണ്ടോ അതിന്? അതിലെന്താ പറയാനിരിക്കുന്നത്? അത് ആ സമയത്ത് പറയേണ്ട കാര്യം എന്താ? ഇവിടെ ആരും ഉയർത്തെഴുന്നേൽക്കാം? ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മരിച്ചാൽ അയാളോട് കാണിക്കേണ്ട നീതി എന്താ? അത് അദ്ദേഹത്തിൻ്റെ ശരിയാണ് എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുകയും ഒരു കല്ലറ, അപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഈ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആചാരമുണ്ട്. ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ മനുഷ്യൻ ഉമ്മൻചാണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നല്ല. അവരുടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റിയിൽ വിശ്വാസമുള്ള ക്രിസ്ത്യാനിക്ക് ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്.
കുരിശിൽ തറച്ചിട്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അവരുടെ വിശ്വാസമാണ്. ഈസ്റ്റർ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് വിശ്വസിക്കാൻ അവകാശമുണ്ട്. അത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അത് ശരിയാണ്, അവിടെ പറയേണ്ടതല്ലേ. അതേ സമയത്ത് യാതൊരു ബന്ധവുമില്ലാത്ത ഉയിർപ്പിലോ ഈ പറഞ്ഞ പുനർജന്മത്തിലോ വിശ്വാസമില്ലാത്ത തികഞ്ഞ ഭൗതികവാദിയായൊരു മനുഷ്യൻ മരിച്ചു പോയപ്പോൾ, പ്രത്യേകിച്ചും VS-ന് ഒരു കാര്യം കൂടി നമ്മൾ കൊടുക്കണം. VS-ന്റെ കുടുംബാംഗങ്ങൾ പോലും അത്തരത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടിട്ടില്ല. പിണറായി വിജയന് വേണ്ടി എന്താണ് പറയാ, തഞ്ചാവൂരൊക്കെ പോയി തഞ്ചാവൂരിലെ മകളും ഭാര്യയും പോയി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? ശത്രു സംഹാര പൂജയോ എന്തുകൊണ്ടോ അത്ര അവിടെ. അതുപോലെ തന്നെയാണ് ഈ പൂമൂടലൊക്കെ നടത്തിയില്ലേ നമ്മുടെ കോടിയേരിക്ക് വേണ്ടി കുടുംബം പോയി. ഈ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്ന കുടുംബാംഗങ്ങൾ മറ്റു പലർക്കും ഉണ്ട്. VS-ന്റെ കുടുംബം ഇപ്പോൾ അരുൺകുമാറിനോടൊക്കെ അദ്ദേഹത്തിന്റെ ചില ഇടപാടുകളോടൊക്കെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹത്തിന് കിട്ടിയ പ്രൊമോഷൻ ഒക്കെ VS-ന്റെ പേരിലല്ല എന്നൊക്കെ ആളുകൾ ആക്ഷേപിച്ചിരുന്നുവെങ്കിലും മറ്റൊന്നും ഇത്തരത്തിലൊന്നും ഈ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഈ VS-ന് വിശ്വാസമില്ലാത്ത ഒന്നും അദ്ദേഹത്തിന്റെ ചെലവിൽ, അദ്ദേഹത്തിന്റെ പേരിൽ ആ കുടുംബം അടിച്ചേൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഒരു ആവശ്യമില്ലാത്തതാണ്, ഒരാവശ്യമില്ലാത്ത താരതമ്യമാണ്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് താരതമ്യം? പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ചാനൽ റേറ്റിംഗ് ഒക്കെ പൈസ കൊടുത്താണ് ഇവർ മുന്നിൽ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ആ ചാനലിൽ ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ഞാനൊരു CV അയച്ചിരുന്നു. അപ്പോൾ CV അയച്ച സമയത്ത് അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞതാണ്, അവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവിടുത്തെ മെയിൻ മാധ്യമ പ്രവർത്തകർ 2 പേർ അന്തം കമ്മികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ നീ ഈ BJP അനുകൂല വാർത്തകൾ ചെയ്യുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ നിന്നെ അവർ ഒരിക്കലും ചാനലിലേക്ക് എടുക്കില്ല. അതുകൊണ്ട് നീ അയക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവിടെ കഴിവ് ഇതൊന്നും അവര് ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ നമുക്ക് വാർത്താ മാധ്യമത്തിൽ കഴിവുണ്ടോ? ഇതൊന്നും അല്ല. അവരെ നോക്കുന്നത് രാഷ്ട്രീയമായി നമ്മൾ കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിക്കുന്നവരാണോ, അതായത് ഈ കൈരളിയിൽ നിന്ന് വരുന്നവരാണോ, അല്ലെങ്കിൽ മറ്റേ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവരാണെങ്കിൽ. ഈ ചാനലുകൾ ഇതിപ്പോ ഒരു ട്രെൻഡാക്കി മാറ്റിയിരിക്കുകയാണ് മാഷെ. അതായത് കോൺഗ്രസ് അനുകൂലമുള്ളവർക്ക് ജയ് ഹിന്ദ് മാത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ പിടിപാടുകൾ വേണം. ബാക്കി എല്ലായിടത്തും ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് വെറും അപഹാസ്യമായി മാറിയിരിക്കുകയാണ്. ഇന്റർവ്യൂ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവിടെ ഒന്നുകിൽ ചാനൽ മുതലാളിമാരുമായും നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ വേണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി നമുക്ക് ബന്ധങ്ങൾ വേണം, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആളുകളായി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈ എന്തും വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരൊക്കെ ചാനലിന്റെ തലപ്പത്തിരുന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നു. അവരെ ഇങ്ങനെ വച്ചു വാഴിക്കാനും അവർ പറയുന്ന പണം കൊടുത്ത് അവരെ വാങ്ങാനും ഒക്കെ ഇങ്ങനെ ആളുകൾ കാത്തുകെട്ടി നിൽക്കുന്നു. അവർ പറയുന്നത് പിറ്റേന്ന് വന്നൊരു മാപ്പ് പറഞ്ഞാൽ അത് തീർന്നു. ഇപ്പോൾ സാധാരണ ഒരു മാധ്യമ പ്രവർത്തകരാണ് ഇത് പറഞ്ഞതെങ്കിൽ പിന്നെ എവിടെയെങ്കിലും അവന് കരിയർ ഉണ്ടാകുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. അരുൺകുമാറിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഈ ആഘോഷിക്കപ്പെടാത്ത ഇങ്ങനെ വലിയ സംഭവമാണെന്ന് കൊണ്ട് കെട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കാത്ത സാധാരണ മാധ്യമ പ്രവർത്തകരാണ് എങ്കിൽ അവന്റെ കരിയർ അവിടെ തീർന്നില്ലേ മാഷേ? അത് ഒരു കരിയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് മലയാള മാധ്യമ രംഗത്തെ ഒരു വലിയ പതനമാണ്. ഇപ്പോൾ ഒരു ചാനലിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവുക ഒരു മോശം കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റ് ബേസ് ഉള്ളവരുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അന്തംകമ്മികളാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, കൊള്ളാവുന്നവരുണ്ട് കൂട്ടത്തിൽ. പക്ഷെ ഇവർ പരാജയപ്പെടുന്നതല്ല. മാധ്യമ പ്രവർത്തനം ഒരു ക്യാമ്പയിൻ പ്രവർത്തനമല്ല. മാധ്യമ പ്രവർത്തനം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനമല്ല. മലയാളത്തിലെ ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ MD ആയിരിക്കുന്ന ചാനൽ മലയാളത്തിൽ ഏറ്റവും വിശ്വാസ്യത ഉള്ളത് എന്തുകൊണ്ടാണ്? അവർ ഈ നിഷ്പക്ഷത പാലിക്കുന്നുണ്ടാണ്. നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇഷ്യൂസിൽ പക്ഷം ചേരും. പാവങ്ങളായ മനുഷ്യരെ ഏത് ഗവൺമെന്റ് ഉപദ്രവിക്കുമ്പോഴും പാവങ്ങളുടെ പക്ഷത്ത് നിൽക്കും, ധർമ്മത്തിന്റെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത്, സത്യത്തിന്റെ പക്ഷത്ത്. അതാണ് മാധ്യമത്തിന്റെ ജോലി. അതിന് പകരം ഇപ്പോൾ ധന്യ പണ്ട് ചെയ്ത ഏതെങ്കിലും വീഡിയോകൾ ആർക്ക് അനുകൂലമാണ് എന്ന് നോക്കിയിട്ട്, എവിടെയാണ് പണിയെടുത്തത് നോക്കിയിട്ട്, ഇവർക്ക് മീഡിയയിലെ പ്രൊഫഷണലിസം അറിയാഞ്ഞിട്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് ഇവർ നിരന്തരം വിമർശിക്കുന്ന ഒരു പത്രം ഉണ്ടല്ലോ, മലയാള മനോരമ. ആ പത്രത്തെ കണ്ടു പഠിക്കണം. മലയാള മനോരമ എന്താ ശ്രമിക്കുക എന്നറിയോ? ഇതിനകത്ത് കത്തോലിക്ക ക്രിസ്ത്യാനികൾ മതി നോക്കുവോ? വേണ്ട. കോൺഗ്രസ്സുകാർ മതി നോക്കുവോ? അല്ല. അവർ വെക്കുക എന്താണെന്നറിയോ? വൈവിധ്യം വേണമെന്ന് നിർബന്ധം പിടിക്കും. എനിക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാമേന്ദ്രൻ സാറ്
രാമേന്ദ്രൻ സാറിൻ്റെ രാഷ്ട്രീയം എന്താണ്, നിലപാട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മനോരമയിലൊക്കെ ഒരാളെ നിയമിക്കുന്നതിന് മുമ്പ് 100 വട്ടം അവർ അന്വേഷിക്കും. എന്നിട്ട് അവരോട് വിയോജിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് വെക്കുകയാണ്. എനിക്കറിയാം, എൻ്റെ മലപ്പുറത്ത് നിന്ന് പുത്തൂർ മുഹമ്മദ് സാർ വന്നപ്പോഴും കെ അബൂബക്കർ വന്നപ്പോഴും വളരെ പ്രമുഖരായ ഒരുപാട് പേര് ഇപ്പോൾ അവർ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ രാഷ്ട്രീയം ഒട്ടും തന്നെ മനോരമക്കോ അതിൻ്റെ രാഷ്ട്രീയത്തിനോ അനുകൂലമല്ല. അത്തരക്കാർ കൂടി ചേർന്ന വൈവിധ്യമാർന്ന ഒരു സംസ്കാരമാണ് ഒരു പ്രൊഫഷണൽ മാധ്യമത്തിൽ വേണ്ടത് എന്നെങ്കിലും ഇവർ പഠിക്കണം. ഇപ്പോൾ മരം വെട്ടുകാർക്ക് ഏറ്റവും ചുരുങ്ങിയത്, മരം വെട്ടുകാർ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മരവ്യവസായം എന്തുമാത്രം സെക്യുലറാണോ, എന്തുമാത്രം ഡെമോക്രാറ്റിക് ആണോ, അത്രയെങ്കിലും ഈ ചാനലും ആവണ്ടേ. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്നവനെ മാത്രം നിയമിക്കുക എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ പരാജയമാണ്. അവർക്ക് അറിഞ്ഞുകൂടാത്തത് പ്രൊഫഷണലിസമാണ്. അവർ പരാജയപ്പെടുന്നത് മാധ്യമധർമ്മത്തിലാണ്. അല്ലാതെ വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന നാശങ്ങളൊക്കെ അത് നമ്മൾ സഹിച്ചു പോന്നാൽ മതി. അത് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. അത് റിപ്പോർട്ടറിനും ആ രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വളരെ ദയനീയമായ ഒരു മുദ്രാവാക്യം വിളിയുടെ പണിയാണ്. അത് മാധ്യമപ്രവർത്തനമല്ല. അവർ തിരിച്ചറിഞ്ഞാൽ നല്ലത്.